വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്ന ആർ ശ്രീലേഖയും BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ അവർ കഴിഞ്ഞ ദിവസം പിന്നെ കമ്മീഷണർക്കും അതുപോലെ DGP-ക്കും അയച്ച ഒരു സന്ദേശം അവർ തന്നെ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ അത് ഭൂഷണമാണോ? ഒരിക്കലും ഭൂഷണമല്ല. രണ്ട് തരത്തിലാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട ശ്രീലേഖയ്ക്ക് ഇതുവരെയും പോലീസ് ഹാങ് ഓവർ വിട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഇപ്പോഴും IPS-ൽ തുടരുന്നു എന്നുള്ള ധാരണയാണ് അവർക്കുള്ളതെന്ന് തോന്നുന്നു. BJP അവരെ നിലക്ക് നിർത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ തീർച്ചയായും പോലീസ് ഓഫീസേഴ്സിനോട് അവരുടെ പാർട്ടിയുടെ ആവശ്യമോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമോ പറയുന്നതിലൊന്നും പിശകുണ്ടാകില്ല. പക്ഷേ അത് ഒരു പോലീസ് സ്വരത്തിലാകരുത്. അതാണ് അഭിപ്രായ വിയോജിപ്പുള്ളൊരു കാര്യം. രണ്ടാമത്, അതുകൊണ്ട് തന്നെ അത് നിയമപരമായ അത്തരം കാര്യങ്ങളിൽ ശരിയായ നിലയിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽ തെറ്റായ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നത് ശരിയല്ല എന്നുള്ളത് കൂടി കാണണം. അനാവശ്യ സമ്മർദ്ദങ്ങൾ ചെലുത്തരുത്. ന്യായമായ കാര്യങ്ങൾ പറയുകയോ യോജിപ്പോ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നതെല്ലാം സ്വാഭാവികമാണ്. ഇതങ്ങനെയല്ല. ഒരു ഭീഷണിയുടെ സ്വരമുണ്ടതിൽ. അപ്പോൾ അത്തരം ഭീഷണിപ്പെടുത്തി ഉദ്യോഗസ്ഥരെ കൃത്യനിർവഹണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് നിയമപരമായ തെറ്റാണ്. രണ്ടാമത്, വളരെ ഗൗരവമുള്ളൊരു കാര്യമായി എനിക്ക് തോന്നുന്നത്, അത് ഒരു വ്യക്തിത്വത്തിൻ്റെ കൂടി പ്രശ്നം. ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. ഒരു ഉയർന്ന പോലീസ് ഓഫീസർക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായി ബഹുമാനപ്പെട്ട ശ്രീലേഖ നടത്തിയ ഒരു സ്വകാര്യ ചാറ്റാണ്. ചാറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അവരുടെ പേഴ്സണൽ ഫോണിൽ നിന്ന് കമ്മീഷണർക്കുമായി നടത്തിയ ഇത് സംബന്ധിച്ച് നെട്ടയവുമായി ബന്ധപ്പെട്ടൊരു ചാറ്റ്. ആ ചാറ്റ് ഇവരെങ്ങനെയാണ് പുറത്തുവിടുക? മറ്റൊരാളുടെ അവകാശമില്ല അല്ലെങ്കിൽ അംഗീകാരമില്ലാതെ. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു വളരെ റെസ്പോൺസിബിളായ ഒരാളെന്ന നിലയിലാണല്ലോ കമ്മീഷൻ അവരോട് പ്രതികരിച്ചിട്ടുണ്ടാവുക. ആ പ്രതികരിക്കുന്ന ചാറ്റാകട്ടെ, ഒരു ഫോൺ സംഭാഷണമാകട്ടെ, അപ്പുറത്തെ വശത്തെ ഒരാളുടെ അനുമതിയില്ലാതെ പുറത്തുവിടുന്നത് ധാർമ്മികമായി ശരിയാണോ? അതിലൊരു ഔചിത്യത്തിൻ്റെ പ്രശ്നമല്ലേ? അതിലൊരു ശരികേടില്ലേ? അപ്പോൾ ഇതെല്ലാം അതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP പ്രവർത്തകരുടെ പൾസ് മാത്രം മുന്നിൽ കണ്ട് അത്തരം ഒരു സാധനം പുറത്തുവിടുന്നു എന്നുള്ളത് തന്നെയല്ലേ കാണേണ്ടത്? അല്ല, അങ്ങനെയല്ലല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആരോടെല്ലാം സംസാരിക്കുന്നു, എന്നോട് പലരും സംസാരിക്കുന്നു. അപ്പോൾ ആ സംസാരിക്കുന്ന ഒരു കാര്യം ഒരു വിഷയത്തിലെ മെറിറ്റിൽ എൻ്റെ ബോധ്യമാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. അതുവരെ ഓക്കെ, സംസാരിക്കുന്നു. ആ സംസാരിച്ചതിനെ എടുത്തിട്ട് അതിൽ പുറത്തു വിടുക എന്ന് പറയുന്നത് അത് വേറൊരു ബ്ലാക്ക് മെയിലിംഗ് അല്ലേ? കമ്മീഷണർ വേറെ തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യില്ലേ? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ BJP-ക്കാരുടെയും പൊതുസമൂഹത്തിനിടയിലും കമ്മീഷനോടൊക്കെ ഞാൻ ഇങ്ങനെയാണ് ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പുറം ലോകത്തെ അറിയിക്കാനുള്ള ഒരു രീതിയല്ലേ കാണിക്കുന്നത്? ഇതൊക്കെ രാഷ്ട്രീയമായ ശരിയാണോ? അപ്പോൾ ഇത് BJP യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് BJP ഒരു നാഥനില്ലാത്ത അവസ്ഥയിലാണ്. ഈ BJP-ക്കകത്ത് പൂർണ്ണമായ കുത്തൊഴിഞ്ഞ നിലയിൽ ഒരു സംഘം ഈ നഗരസഭാ ഭരണം ലഭിച്ചതിൻ്റെ രീതിയിൽ ഒരു സംഘം അക്രമം അഴിച്ചുവിടുന്നു. ഒരു വശത്ത് ഭരണസ്തംഭനം, മറുവശത്താണെങ്കിൽ ഈ അധികാരം ലഭിക്കാത്തതിലുള്ള പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഇത്തരം വഴികൾ തേടുന്നു. ഇതിൻ്റെ എല്ലാം ഭാരവും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളാണ് എന്നുള്ളതാണ് പ്രശ്നം. നെട്ടയത്ത് ഏകപക്ഷീയമായി നടത്തിയ അക്രമത്തിൻ്റെ ഭാഗമായി നാട്ടുകാരും BJP-യും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അതിന് നാട്ടുകാർ ആക്രമണത്തിന് വിധേയമാകുന്നു. എന്ത് ചെയ്യാനാണ്? മാധ്യമപ്രവർത്തകർ നിർഭയമായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവരാക്രമണത്തിന് വിധേയമാകുന്നു. തിരുവനന്തപുരത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ പ്രതിസന്ധിയിലേക്കാകുന്നു. ഇതെല്ലാം BJP-യിലെ ഒരു വിഭാഗം ആസൂത്രിതമായി നഗരഭരണത്തിൻ്റെ ബലത്തിൽ നടത്തുന്ന അഴിഞ്ഞാട്ടാണ്. ഇത് ശരിയായ രീതിയല്ല. അപ്പോൾ അതിന് നിയമാനുസൃതമായി യഥാർത്ഥത്തിൽ ശ്രീലേഖയ്ക്ക് പൗരബോധമുണ്ട്, ജനാധിപത്യ ബോധമുണ്ട് എങ്കിൽ അവിടെ ഏകപക്ഷീയമായ അക്രമം അഴിച്ചുവിട്ട മുഴുവൻ പ്രതികളെയും നിയമത്തിൻ്റെ മുന്നിലെത്തിക്കാനായിരിക്കണം അവർ ശ്രമിക്കേണ്ടത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥയാണ്, BJP-യുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് അവരിപ്പോൾ. അവർ സർവീസിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരോട് വിളിച്ച് ഈ തരത്തിലൊരു തെട്ടൂരം ഇറക്കാൻ എന്താണ് നിലവിലെ സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയിലുള്ള അധികാരം? ഒരു അധികാരമില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവരിപ്പോഴും IPS ഓഫീസർ എന്ന ബോധ്യത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഇപ്പോഴും അവരുടെ ഹാങ്ങിൽ നിൽക്കുകയാണ്. ആ ഹാങ്ങിൽ പലതവണ ആളുകളെല്ലാവരും പറഞ്ഞതാണ്, ജനം തിരുത്താൻ ശ്രമിച്ചതാണ്. പക്ഷേ അവർ സ്വയം ആ തിരുത്തലിന് വിധേയമാകുന്നില്ല. ഞാൻ വ്യക്തിപരമായി മാത്രമല്ല ഇത് പറയുന്നത്, BJP-യുടെ പൊതുവായ ഇത് യഥാർത്ഥത്തിൽ BJP-യുടെ പൊതുവായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തെയാണ് കാണുന്നത്. ഞാൻ ശ്രീലേഖയെ വ്യക്തിപരമായ ഒരു അറ്റാക്കിലേക്കല്ല ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. BJP എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. BJP ഇങ്ങനെയുള്ളവരെയാണ് നേതൃത്വത്തിൽ കൊണ്ടുവയ്ക്കുന്നത്. ഇപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നത് ശ്രീലേഖ മാത്രമല്ല, BJP കൂടിയാണ് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. ശ്രീലേഖ വ്യക്തിപരമായി മാത്രമല്ല ആൻസറബിളായി മാറുന്നത്. ശ്രീലേഖയുടെ കപ്പാസിറ്റി എന്താ? BJP എന്ന കപ്പാസിറ്റിയാണ്. അപ്പോൾ ഈ ശരികേടിന് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ആൻസറബിളായി മാറുന്നത് BJP കൂടിയാണ്.
അതുകൊണ്ട് BJP നേതൃത്വം അത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറാകണം. ശ്രീലേഖയുടെ പ്രതികരണമല്ല ഞങ്ങൾ കാത്തിരിക്കുന്നത്. BJPയുടെ സ്റ്റേറ്റ് നേതൃത്വത്തിന് ഈ തെറ്റായ പ്രവണതകളോട് എന്താണ് പറയാനുള്ളത്? തിട്ടൂരമിറക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽ 2 BJP ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? രണ്ടാമതൊന്ന്, ഒരു ഉദ്യോഗസ്ഥനുമായി നടത്തിയ ഒരു ടെലിഫോൺ ചാറ്റ്, ഇപ്പം നടത്തിയ ചാറ്റിനെ എടുത്ത് ഏകപക്ഷീയമായി പുറത്തുവിടുന്ന രീതി ധാർമ്മികമാണോ, ശരിയാണോ? എന്താണ് അഭിപ്രായം? അപ്പോൾ BJP അധാർമികവും ഇത്തരത്തിൽ തിട്ടൂരമിറക്കുകയും ചെയ്യുന്ന ഒരു സംഘമായി അധപ്പതിച്ചിരിക്കുന്നതെന്ന് BJP എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. അതാണ് ഞാനതിൽ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.